BMC തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുംബൈയുടെ മേയർ ആരാകുമെന്ന് തീരുമാനിക്കാനാവാത്ത പ്രതിസന്ധിയിൽ രാഷ്ട്രീയ പാർട്ടികൾ നട്ടം തിരിയുകയാണ്. ഹോട്ടലിലെ ഒളിച്ചുതാമസവും ഒളിവിൽ പോയവരെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുമടക്കം മുംബൈയിലെ സ്ഥിതിഗതികൾ പ്രതിസന്ധിയിലാണ്. ഭരണപക്ഷമായ മഹായുതി സഖ്യത്തിനുള്ളിൽ ഉടലെടുത്ത ആഭ്യന്തര കലഹമാണ് മേയർ കസേരയ്ക്ക് ഒരു അധികാരിയെ കണ്ടെത്താൻ കഴിയാത്തതിന് കാരണമായിട്ടുള്ളത്. ശിവസേനയിൽ നിന്ന് തന്നെ മുംബൈ മേയർ വേണമെന്ന ഷിൻഡെയുടെ ആവശ്യം BJP അംഗീകരിക്കാതെ വന്നതോടെ തന്റെ പക്ഷത്തുള്ള 29 കൗൺസിലർമാരെയും മുംബൈയിലെ താജ് ഹോട്ടലിൽ അടച്ചിട്ടുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ നീക്കം നടത്തിയ ഏകനാഥ് ഷിൻഡെയ്ക്ക് സ്വന്തം പടയത്തിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഹോട്ടലിൽ തടവിലാക്കപ്പെട്ട കൗൺസിലർമാർ ഷിൻഡെയ്ക്കെതിരെ പരസ്യമായി രംഗത്തെത്തുകയും അദ്ദേഹവുമായി രൂക്ഷ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഒടുവിൽ തങ്ങളെ തടങ്കലിൽ വയ്ക്കാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കൗൺസിലർമാർ ഹോട്ടൽ വിട്ട് ഇറങ്ങുകയായിരുന്നു. എന്നാൽ തന്റെ കൗൺസിലർമാർ മറുകണ്ഠം ചാടാതിരിക്കാൻ അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് ഷിൻഡെ നടത്തിയിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ കൗൺസിലർമാരുടെയും തെരഞ്ഞെടുപ്പ് വിജയ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡുകളും ഷിൻഡെ പിടിച്ചുവാങ്ങി വെച്ചിരിക്കുകയാണ്. BJPക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി മേയർ പദവി നേടിയെടുക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെങ്കിലും സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ തന്നെ ഇത് വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. BJPയും ഷിൻഡെ വിഭാഗവും തമ്മിലുള്ള പോര് മുംബൈയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കല്യാൺ ഡോംബിവാലി കോർപ്പറേഷനിലും മേയർ പദവിയെ ചൊല്ലി തർക്കം രൂക്ഷമാണ്. 122 അംഗ സഭയിൽ ഭരിക്കാൻ 62 പേരുടെ പിന്തുണ വേണം. അവിടെ BJPക്ക് 50ഉം ശിവസേനയ്ക്ക് 53ഉം സീറ്റുകളാണ് ഉള്ളത്. മേയർ പദവി 2.5 വർഷം വീതം പങ്കിടണമെന്ന ഷിൻഡെയുടെ ആവശ്യം BJP കർശനമായി തള്ളിയതോടെ സഖ്യത്തിനുള്ളിൽ വിള്ളൽ വീണിരിക്കുകയാണ്. പരസ്പരം കൗൺസിലർമാരെ തട്ടിയെടുക്കാനുള്ള നീക്കങ്ങളും ഇരുവിഭാഗവും സജീവമാക്കിയിട്ടുണ്ട്. ഇതോടെ മുംബൈയുടെ മേയർ പദവി ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഷിൻഡെ വിഭാഗത്തിലെ അതൃപ്തരായ കൗൺസിലർമാർ ഉദ്ധവ് പക്ഷത്തേക്ക് മടങ്ങാനുള്ള സാധ്യത. മറ്റൊന്ന്, വരാനിരിക്കുന്ന മേയർ സ്ഥാനത്തേക്കുള്ള സംവരണ ലോട്ടറിയാണ്. നറുക്കെടുപ്പിലൂടെ ആയിരിക്കും മേയറിനെ തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ തവണ പൊതുവിഭാഗത്തിനായിരുന്നു മേയർ സ്ഥാനം. അതിനാൽ ഇത്തവണ SC/ST അല്ലെങ്കിൽ OBC വിഭാഗത്തിനായിരിക്കും സംവരണം. ഇതിൽ നറുക്ക് പട്ടികവർഗ വിഭാഗത്തിനാണ് ലഭിക്കുന്നതെങ്കിൽ കളി മാറും. കാരണം BMCയിൽ ആകെ വിജയിച്ച 2 ST കൗൺസിലർമാരും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നുള്ളവരാണ്. അങ്ങനെയെങ്കിൽ BJP ഷിൻഡെ സഖ്യത്തിന് മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥയുണ്ടാകും. കോൺഗ്രസ് ഇതിനോടകം തന്നെ ഉദ്ധവ് പക്ഷത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാവികാസ് അഘാടി സഖ്യം ഒറ്റക്കെട്ടായി നീങ്ങിയാൽ BJPയെയും ഷിൻഡെയും അപ്രസക്തരാക്കി മുംബൈ പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇരുകൂട്ടരും. BJPയുമായുള്ള പോരും സ്വന്തം മുന്നണിയിലെ പ്രതിഷേധവും ഷിൻഡെ വിഭാഗത്തെ ദുർബലമാക്കുമ്പോൾ ഉദ്ധവ് താക്കറെയുടെ തിരിച്ചുവരവിനാണ് മുംബൈയിൽ കളമൊരുങ്ങുന്നത്.